ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന ധാരാളം നമ്മുടെ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ. അവിടുത്തെ വിവരങ്ങളെല്ലാം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണല്ലോ. പ്രിയപ്പെട്ടവരെ, വളരെ ദാരുണമായ അനുഭവങ്ങളാണ് അവിടെ നടക്കുന്നത്. നമുക്ക് അവരെ സഹായിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ ജീവിതത്തെ കൈപിടിച്ച് ഉയർത്താൻ ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. മലങ്കര സഭ മൊത്തമായി അവിടുത്തെ എല്ലാ ശുശ്രൂഷകൾക്കും പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നുണ്ട്. നമ്മുടെ ഭദ്രാസനം, മദ്രാസ് ഭദ്രാസനം, ഈ ദൃശ്യ പ്രവർത്തനങ്ങളിൽ കൈകോർത്ത് നിൽക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള പല അവസരങ്ങളിലും നമ്മൾ ഭദ്രാസനത്തിന്റെ പിന്തുണയും സഹായവും പ്രാർത്ഥനയും അറിയിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ വയനാട്ടിലെ ഈ ദിവസങ്ങളിലുണ്ടായ പ്രയാസങ്ങളിൽ നമ്മുടെ ഭദ്രാസനം മൊത്തമായി അവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളോടും പിന്തുണ അറിയിക്കുകയാണ്. അവിടുന്ന് മരിച്ചുപോയവരെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുരിതം അനുഭവിക്കുന്നവരെ, പ്രയാസപ്പെടുന്നവരെ ദൈവം സംരക്ഷിക്കുവാനും കരുതുവാനും അവർക്ക് ദൈവത്തിന്റെ കൃപ ധാരാളമായി ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും ഭദ്രാസനത്തിന്റെ എല്ലാ ഇടവകളും എല്ലാ ആത്മീയ സംഘടനകളും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ എന്താണോ മലങ്കര സഭാ തലത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്, സുൽത്താൻ ബത്തേരി ഭദ്രാസനം വയനാട് പ്രദേശത്തുള്ള നമ്മുടെ വൈദികരും അവിടുത്തെ പ്രവർത്തകരും നമ്മളോട് ആവശ്യപ്പെടുന്നത്, അതനുസരിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുവാനാണ് നമ്മൾ തീരുമാനം എടുത്തിരിക്കുന്നത്. അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം, നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വിനീതമായി ഭദ്രാസനം ആവശ്യപ്പെടുകയാണ്. സാമ്പത്തികമായ സഹായമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് നമുക്ക് ഒരുമിച്ച് സ്വരുക്കൂട്ടി ആ സ്ഥലത്ത്, യഥാർത്ഥ സ്ഥലത്ത്, എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുവാൻ നമ്മൾ തീരുമാനമെടുക്കുകയും ക്രമീകരണങ്ങൾ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ, സഹായം, പ്രാർത്ഥന, നിങ്ങളുടെ എല്ലാവരുടെയും സമർപ്പണം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളും, എല്ലാ വികാരിമാരും, എല്ലാ ആത്മീയ സംഘടനാ പ്രവർത്തകരും, എല്ലാ ഇടവക ജനങ്ങളും ഈ ദൃശ്യപ്രവർത്തനങ്ങളിൽ കൈകോർത്ത് പ്രവർത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഭദ്രാസനം പൂർണ്ണമായും ആ ജനങ്ങളുടെ കൂടെയാണ് എന്ന് പ്രഖ്യാപിക്കാനും പിന്തുണ അറിയിക്കാനുമുള്ള ഒരവസരമായി ഇതിനെ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭദ്രാസന കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ഉടനെ ഉണ്ടാകും. അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തട്ടെ.